നമസ്കാരം. റഷ്യയുടെ ഓസ്കാർ 2 ക്ലാസ്സിൽപ്പെട്ട ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഭീമൻ അന്തർവാഹിനി 505 അടി നീളം, 24,000 ടൺ തൂക്കം, 2 ജംബോ ജെറ്റ് വിമാനങ്ങളുടെ വലിപ്പം, ഡബിൾ ഹൾ ബോഡിയായതിനാൽ ശത്രുക്കൾക്ക് തകർക്കാൻ പ്രയാസം. അതായിരുന്നു റഷ്യയുടെ കുർസ്ക് ആറ്റോമിക് പവേർഡ് സബ്മറൈൻ. കുർസ്കിൻ്റെ ഏറ്റവും പ്രധാനമായ സവിശേഷതകളിലൊന്ന് അതിൻ്റെ പ്രൊപ്പൽഷൻ സംവിധാനം തന്നെയായിരുന്നു. യുറേനിയം 235 ഇന്ധനമായുള്ള 2 OK-650B ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ടറുള്ള ന്യൂക്ലിയർ പവേർഡായ ഈ അന്തർവാഹിനി 97,990 ഷിപ്പ് ബോർഡ് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതായിരുന്നു. അതിനാൽ ഇതിന് 33 നോട്ട്, അതായത് 62 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ പര്യാപ്തമായിരുന്നു. അക്കാലത്തെ ഏറ്റവും വേഗതയേറിയ അന്തർവാഹിനികളിൽ ഒന്നായിരുന്നു ഇത്. P-700 ഗണത്തിൽപ്പെടുന്ന ഗ്രാനിറ്റ് ക്രൂയിസ് മിസൈലുകൾ 24 എണ്ണം വഹിക്കാനുള്ള ശേഷി. ഈ മിസൈൽ ഒരെണ്ണത്തിന് 33 അടി നീളവും 15,400 പൗണ്ട് തൂക്കവും വരുന്നു. അതായത് ഒരു ചെറിയ വിമാനത്തിൻ്റെ വലിപ്പവും ഭാരവും. കൂടാതെ 550 കിലോമീറ്റർ പരിധിയിൽ എന്തും തകർക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു ഈ P-700 ഗ്രാനിറ്റ് ക്രൂയിസ് മിസൈലുകൾക്ക്. 20 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളെ വരെ വീഴ്ത്താൻ ഈ അന്തർവാഹിനിയിൽ നിന്നും അയക്കുന്ന P-700 ക്രൂയിസ് മിസൈലിന് കഴിയുമായിരുന്നു. കുർസ്കിൻ്റെ 8 ടോർപിഡോ ട്യൂബുകളിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള ടോർപിഡോകളോ 50 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ആൻറ്റി ഷിപ്പ് മിസൈലുകളോ തൊടുക്കാൻ കഴിയുമായിരുന്നു. 2 ഹൾ, അതായത് 2 പുറംചട്ടകൾ ഉണ്ടായിരുന്നു കുർസ്ക് സബ്മറൈന്. ഏറ്റവും പുറത്തെ ഹൾ 8.5 mm കട്ടിയുള്ള നിക്കൽ, ക്രോമിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നീ ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു. അതിനുള്ളിൽ വരുന്ന രണ്ടാമത്തെ പുറംചട്ട 50.8 mm കട്ടിയുള്ള ഹൈ ഗ്രേഡ് സ്റ്റീലിൽ നിർമ്മിച്ചതായിരുന്നു. 2 പുറംചട്ടയും തമ്മിൽ 200 mm ഗ്യാപ്പുണ്ടായിരുന്നു. ഈ ഗ്യാപ്പുകളിലെ എയർ നീക്കം ചെയ്തിരുന്നു. ഈ നിർമ്മിതി കുർസ്കിന് ശക്തമായ സ്ഫോടനങ്ങളിൽ നിന്നുമുള്ള അസാമാന്യ പ്രതിരോധശേഷി നൽകി. കൂടാതെ ഇത് US മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടറിൽ നിന്നും മറ്റുള്ള സോളാർ സിസ്റ്റങ്ങളിൽ നിന്നും ആരുടെയും കണ്ണിൽപ്പെടാതെ മറിഞ്ഞിരിക്കാൻ സഹായിച്ചു. കൂടാതെ മറ്റനേകം നൂതന ആയുധങ്ങളും പലതരം സെൻസറുകളും സജ്ജീകരിച്ചിരുന്ന ഈ ആണവ അന്തർവാഹിനി അന്നത്തെ കാലത്തെ ഏറ്റവും വലുതും ശക്തിമത്തുമായിരുന്നു. 1995-ൽ റഷ്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ കുർസ്ക് ആർട്ടിക് പ്രദേശത്തെ കൊടുംതണുപ്പും ഐസ് പാളികളും പ്രതിരോധിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. അധികം വൈകാതെ മറ്റുള്ള രാജ്യങ്ങളുടെ പേടിസ്വപ്നമായി മാറി കുർസ്ക്. നിരീക്ഷണം, രഹസ്യാന്വേഷണം, ആക്രമണം എന്നിങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്കായിരുന്നു കുർസ്കിൻ്റെ ചുമതല. കുർസ്കിൽ ആധുനികമായ ആശയവിനിമയ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇത് കൊടും തണുപ്പുള്ള ആർട്ടിക് പരിതസ്ഥിതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്തതായിരുന്നു. കൂടാതെ ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് ദിവസങ്ങളോളം കടലിൽ മുങ്ങിക്കിടക്കാനുള്ള കഴിവ് മറ്റുള്ള അന്തർവാഹിനികളിൽ നിന്നും കുർസ്കിനെ വേറിട്ട് നിർത്തി. കുർസ്കിൽ 16 ഓഫീസർമാരും 102 ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 118 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. മികച്ച പരിശീലനം നേടിയ ഈ ക്രൂ അംഗങ്ങൾ കുർസ്കിൽ ചേരുന്നതിന് മുമ്പ് മറ്റുള്ള റഷ്യൻ അന്തർവാഹിനികളിൽ മികച്ച പരിശീലനം നേടിയവരായിരുന്നു. റഷ്യൻ നാവികസേനയിൽ 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ ജെന്നഡി ലിയാച്ചിനായിരുന്നു കുർസ്കിൻ്റെ ക്യാപ്റ്റൻ. അങ്ങനെ 2000-ൽ ബോറിസ് എൽത്സിനിൽ നിന്നും അധികാരം നേടിയെടുത്ത വ്ളാഡിമിർ പുടിൻ അധികാരമേറ്റിട്ട് അധികം നാളായില്ല. വ്ളാഡിമിർ പുടിൻ അധികാരമേറ്റതിന് ശേഷം റഷ്യൻ നാവികസേനയുടെ ഒരു നാവികാഭ്യാസം നടത്താൻ അദ്ദേഹം തീരുമാനമെടുത്തു. കൊടും തണുപ്പ് നിറഞ്ഞ ആർട്ടിക് പ്രദേശത്തുള്ള റഷ്യയുടെ ഭാഗമായ ബാരൻസ് കടലിടുക്കിലാണ് ഈ നാവികാഭ്യാസത്തിനായി തിരഞ്ഞെടുത്തത്. ഈ നാവികാഭ്യാസത്തിലെ മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് കുർസ്ക് തന്നെയായിരുന്നു. താരതമ്യേന ആഴം കുറഞ്ഞ ഒരു കടൽ തീരമായിരുന്നു റഷ്യയുടെ ആർട്ടിക് പ്രദേശത്തുള്ള ബാരൻസ് സീയിലുള്ള ബാരൻ ബേ.
അങ്ങനെ 2000 ആണ്ട് ഓഗസ്റ്റ് 12-ന് വിമാനവാഹിനി കപ്പലായ അഡ്മിറൽ കുസ്നെറ്റ്സോവ്, ബാറ്റിൽ ക്രൂയിസർ പ്യോട്ടർ വെലിക്കിറ്റി എന്നിവയോടൊപ്പം ഒരു പ്രധാന ഫ്ലീറ്റ് അഭ്യാസത്തിൽ കുർസ്ക് ഏർപ്പെട്ടിരുന്ന സമയം. P-700 ഗ്രാനൈറ്റ് മിസൈലുകളും അസംഖ്യം ടോർപിഡോകളും ഉപയോഗിച്ച് കുർസ്ക് പൂർണ്ണമായും സായുധമാക്കിയിരുന്നു. അങ്ങനെ റഷ്യൻ നാവികസേനയുടെ സൈനികാഭ്യാസങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ പ്രാദേശിക സമയം 11:20 അഭ്യാസ മേഖലയെ പിടിച്ചുകുലുക്കിയ ഒരു സ്ഫോടനം കടലിനടിയിലുണ്ടായി. ജലോപരിതലത്തിലുണ്ടായിരുന്ന അസംഖ്യം കപ്പലുകളും ബോട്ടുകളും ആ സ്ഫോടനത്തിൽ ആടിയുലഞ്ഞു. ഇതെന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഏകദേശം 2 മിനിറ്റിന് ശേഷം ആദ്യത്തേതിനേക്കാൾ വലിയൊരു സ്ഫോടനം കടലിനടിയിൽ നടന്നു. ജലോപരിതലത്തിലുണ്ടായിരുന്ന എല്ലാ യുദ്ധക്കപ്പലുകളും ചെറു ബോട്ടുകളും വരെ ഈ ആഘാതത്തിൽ ശക്തമായി ആടിയുലഞ്ഞു. റിക്ടർ സ്കെയിലിൽ 4.5 രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിനു തുല്യമായ ഈ സ്ഫോടനം അനേകം കിലോമീറ്റർ ദൂരത്തുള്ള അലാസ്കയിൽ പോലും രേഖപ്പെടുത്തി. കൂടാതെ ഒരു നോർവീജിയൻ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രവും ഈ 2 സ്ഫോടനങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല. കൂടുതൽ നിരീക്ഷണത്തിൽ ഈ സ്ഫോടനങ്ങൾ ഭൂകമ്പത്തിൻ്റെയല്ല എന്ന് മനസ്സിലായി. 28,000 ടൺ ഭാരമുള്ള റഷ്യൻ വിമാനവാഹിനി കപ്പലായ പ്യോട്ടർ വെലിക്കിറ്റി വരെ ഈ ആഘാതത്തിൽ ആടിയുലഞ്ഞു. എന്തായാലും സമുദ്രത്തിനടിയിൽ നടന്ന ഈ 2 സ്ഫോടനങ്ങളും പലതരം സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സർഫസിലുള്ള യുദ്ധക്കപ്പലുകളിൽ സൃഷ്ടിച്ചു. അപ്പോഴാണ് സമുദ്രത്തിൻ്റെ അടിയിൽ ഫുൾ ലോഡഡ് വെപ്പൺസുമായി സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കുർസ്ക് ആറ്റോമിക് പവേർഡ് സബ്മറൈൻ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം റഷ്യൻ നാവികസേന ശ്രദ്ധിച്ചത്. സർഫസിലുള്ള മദർഷിപ്പുകളിൽ നിന്നുമുള്ള സന്ദേശങ്ങൾക്കും മറ്റും കുർസ്ക് പ്രതികരിക്കാതെ വന്നപ്പോൾ സംശയം ഇരട്ടിച്ചു. സമുദ്രത്തിനടിയിൽ 118 ക്രൂ മെമ്പേഴ്സും നിറയെ ആയുധങ്ങളുമായി സ്ഥിതി ചെയ്തിരുന്ന അന്തർവാഹിനിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള സംശയം റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥർ പങ്കുവച്ചു. കൂടാതെ കുർസ്കിലുള്ള 2 ആണവ റിയാക്ടറുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ഭയം അവരുടെ മുഖങ്ങളിൽ മിന്നിമറഞ്ഞു. ആണവ റിയാക്ടറുകൾക്ക് അപകടം സംഭവിച്ചെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭയാനകമായിരിക്കുമെന്ന് ഈ ഉദ്യോഗസ്ഥർക്കറിയാമായിരുന്നു. എന്നാലും അത്യാധുനിക സബ്മറൈനായ കുർസ്കിന് അപകടം സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന അഭിപ്രായം ചില ഉദ്യോഗസ്ഥർ പങ്കുവച്ചു. എന്നാൽ ഈ 2 വലിയ സ്ഫോടനങ്ങൾ എവിടെ നിന്നുണ്ടായി? കുർസ്കിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു. സ്ഫോടനം നടന്ന് 12 മണിക്കൂറിന് ശേഷവും കുർസ്ക് സർഫസിലേക്ക് വരാത്തതും സന്ദേശങ്ങൾക്ക് പ്രതികരിക്കാത്തതും ഈ സ്ഫോടനം നടന്നത് കുർസ്കിലാണ് എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിൽ റഷ്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നു. 12 മണിക്കൂറിന് ശേഷം കുർസ്കിനെ തിരയാൻ കുറച്ച് ചെറിയ അന്തർവാഹിനികൾ റഷ്യൻ നേവി ഏർപ്പാടാക്കി. കൂടാതെ അസംഖ്യം ഡൈവേഴ്സും സമുദ്രത്തിനടിയിൽ കുർസ്കിനെ തിരയാൻ ആരംഭിച്ചു. എന്നാൽ സമുദ്രത്തിനടിയിൽ തിരഞ്ഞുകൊണ്ടിരുന്ന മുങ്ങിക്കപ്പലുകൾക്കും മുങ്ങൽ വിദഗ്ധർക്കും കുർസ്കിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ സ്ഫോടനം നടന്ന് 24 മണിക്കൂറിന് ശേഷം ഈ സ്ഫോടനത്തിൻ്റെ ഉറവിടം കുർസ്കിൽ നിന്നാണെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഡോസിമീറ്ററിൽ റോൺഗൺ ലെവൽ ഒന്നും കാണിക്കാതെ വന്നപ്പോൾ ആറ്റോമിക് റേഡിയേഷൻ ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് കുർസ്കിൻ്റെ 2 ആറ്റോമിക് റിയാക്ടറുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അവർക്കല്പം ആശ്വാസം ലഭിച്ചു. എന്നാൽ 118 ജോലിക്കാരുമായാണ് കുർസ്ക് കാണാതായത് എന്നുള്ള കാര്യം അവരെ ഭയചകിതരാക്കി. നാവികസേനാ ഉദ്യോഗസ്ഥർ സംശയിച്ചതുപോലെ ഈ 2 സ്ഫോടനങ്ങളും കുർസ്ക് ആറ്റോമിക് അന്തർവാഹിനിയിൽ നിന്ന് തന്നെയായിരുന്നു സംഭവിച്ചത്. സർഫസിന് താഴെ നിലയുറപ്പിച്ചിരുന്ന കുർസ്ക് അന്തർവാഹിനി ഈ സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ 345 അടി താഴ്ചയിൽ 20 ഡിഗ്രി ലംബകോണിൽ മുങ്ങിപ്പോയിരുന്നു. അന്തർവാഹിനിയുടെ ടൈപ്പ് 6576A സൂപ്പർ ഹെവി വെയ്റ്റ് ടോർപിഡോകൾ പൊട്ടിത്തെറിച്ചതായിരുന്നു മുൻപ് പറഞ്ഞ സ്ഫോടനങ്ങൾ. ഈ സ്ഫോടനങ്ങളിൽ ടോർപിഡോ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള മുൻവശത്തെ വില്ലിൽ ഒരു വലിയ ദ്വാരമുണ്ടായി എന്നതാണ് മുങ്ങാൻ കാരണം എന്ന് റഷ്യൻ നാവികസേന പിന്നീട് കണ്ടെത്തി.
പല ടോർപിഡോകളെയും പോലെ ക്രുസ്കിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് 65-76A ടോർപിഡോകൾ ടോർപിഡോ ചേംബറിൽ നിന്നും വിക്ഷേപിക്കുന്നതിനുള്ള ഇന്ധനമായി ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ജൈവ സംയുക്തങ്ങളുമായോ തീയുമായോ സമ്പർക്കം വന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന രാസസംയുക്തം സ്ഫോടനാത്മകമാകും എന്നതാണ് ഇതിൻ്റെ ന്യൂനത. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കെമിക്കൽ സ്വയം കത്തുന്നതല്ല, എന്നാൽ അത് വിഘടിക്കുമ്പോൾ ഓക്സിജൻ പുറത്തുവിടുന്നതിനാൽ കത്തുന്ന വസ്തുക്കളുടെ സ്വയമേവയുള്ള ജ്വലനത്തിന് കാരണമാകും. അപ്പോൾ ക്രുസ്കിൽ എന്താണ് സംഭവിച്ചത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ചോർച്ച അന്തർവാഹിനിയിൽ തീപിടുത്തത്തിന് കാരണമായി. അത് ക്രുസ്കിലുള്ള ടൈപ്പ് 65-76A എന്ന 900 പൗണ്ട് തൂക്കമുള്ള ഉയർന്ന സ്ഫോടനശേഷിയുള്ള ടോർപിഡോ വാർഹെഡ് വിക്ഷേപണത്തിന് മുമ്പ് തന്നെ അന്തർവാഹിനിയിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. ഇത് അന്തർവാഹിനിയുടെ മുകളിലെ ഹള്ളിൽ ഒരു ദ്വാരമുണ്ടാക്കി. ഈ സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ ക്രുസ്കിലുള്ള ബാക്കി കുറച്ച് ടോർപിഡോകൾ കൂടി പൊട്ടിത്തെറിച്ചതായിരുന്നു രണ്ടാമത്തെ വലിയ സ്ഫോടനം. ക്രുസ്ക് മുങ്ങിയപ്പോൾ അതിലെ 118 ജീവനക്കാരും ഉടനടി മരിച്ചിരുന്നില്ല. രണ്ടാമത്തെ സ്ഫോടനത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് മദർഷിപ്പിലെ ഒരു ഓഫീസറായ ലഫ്റ്റനൻ്റ് ക്യാപ്റ്റൻ ദിമിത്രി കോസൽനിക്കോവ് ഈ സ്ഫോടനത്തിൽ 23 പേർ അതിജീവിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ സാഹചര്യമില്ലാത്തതിനാൽ അതിജീവിച്ച 23 പേരും ഓക്സിജൻ അപര്യാപ്തത മൂലം മരിച്ചിരുന്നു. അങ്ങനെ ക്രുസ്കിലെ 118 ജീവനക്കാരും മരണത്തിന് കീഴടങ്ങി. ക്രുസ്കിലെ 2 ആറ്റോമിക് റിയാക്ടറും സേഫ് ആയിരുന്നതിനാൽ ഒരു വലിയ ആണവ വികിരണ ഭീഷണി ഒഴിവായി കിട്ടി. അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആദ്യകാല ഭരണത്തിലെ ഏറ്റവും വലിയ കളങ്കമായി ഈ സംഭവം മാറി. റഷ്യൻ നാവികസേനയുടെ പ്രതികരണം മന്ദഗതിയിലായിരുന്നു എന്നുള്ള വിമർശനമുയർന്നിരുന്നു. സ്ഫോടനത്തിന് ശേഷം 5 ദിവസം കഴിഞ്ഞാണ് റഷ്യൻ അധികാരികൾ രക്ഷാപ്രവർത്തനം നടത്താൻ തുടങ്ങിയത് എന്ന വിമർശനവും ഉയർന്നിരുന്നു. റഷ്യൻ അധികാരികൾ ഈ സംഭവത്തെ നിസ്സാരവൽക്കരിച്ചെന്നും ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നോർവേ എന്നീ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ റഷ്യൻ ഗവൺമെൻറ് നിരസിച്ചെന്നും ആക്ഷേപമുയർന്നു. അങ്ങനെ പലപ്പോഴായി പല രാജ്യങ്ങളുടെ അന്തർവാഹിനികളിലും ഹൈഡ്രജൻ പെറോക്സൈഡ് മൂലം ഇതുപോലത്തെ ധാരാളം അപകടങ്ങൾ നടന്നിരുന്നു. പല രാജ്യങ്ങളും ഈ അപകടങ്ങളെ തുടർന്ന് ടോർപിഡോ വിക്ഷേപണത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം എന്ന നിലയിൽ ചിലവ് കുറയ്ക്കാൻ റഷ്യൻ ഗവൺമെൻറ് ഈ രീതി വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. അതാണ് ക്രുസ്ക് ആറ്റോമിക് സബ്മറൈൻ അപകടത്തിന് വഴിവെച്ചത്. അതുപോലെ ചെർണോബിൽ ആണവ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം ഈ ചിലവ് കുറയ്ക്കാൻ ഉപയോഗിച്ച മാർഗം തന്നെയായിരുന്നു. ന്യൂട്രോൺ മോഡറേറ്ററായ ബോറോൺ ദണ്ടുകളിലും ചിലവ് കുറയ്ക്കാൻ ഉപയോഗിച്ച ഗ്രാഫൈറ്റ് ബ്ലോക്ക് കാരണമാണ് ചെർണോബിൽ ദുരന്തം സംഭവിച്ചത്. ക്രുസ്ക് സബ്മറൈൻ അപകടത്തിൻ്റെ കാര്യത്തിലും കാരണം അതുതന്നെ. ചിലവ് ചുരുക്കൽ, അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കൽ, അല്ലെങ്കിൽ ചിലവ് വെട്ടിച്ചുരുക്കൽ. പിന്നെ ബാരൻസ് കടലിൽ തകർന്നു മുങ്ങിപ്പോയ ക്രുസ്ക് അന്തർവാഹിനി സമുദ്രത്തിൽ നിന്നും പൊക്കിയെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം 24ഓളം ക്രൂയിസ് മിസൈലുകളും അനേകം മറ്റുള്ള ആയുധങ്ങളും ക്രുസ്കിൻ്റെ കൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മുങ്ങിപ്പോയിരുന്നു. കൂടാതെ ഏറ്റവും വലിയ അപകടം സൃഷ്ടിക്കുന്ന ക്രുസ്കിലുള്ള 2 യുറേനിയം 235 ഇന്ധനമായുള്ള ആണവ റിയാക്ടർ അപകടമൊന്നും സംഭവിക്കാതെ കടലിൻ്റെ അടിത്തട്ടിൽ നിലനിന്നിരുന്നു. ഈ സംഭവങ്ങളെല്ലാം വരും കാലങ്ങളിൽ വലിയ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊക്കിയെടുക്കേണ്ടത് അത്യാവശ്യമായി തീർന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം 2001 തകർന്ന ക്രുസ്ക് ആറ്റോമിക് അന്തർവാഹിനി 24,000 ടൺ ഭാരമുള്ള 2 ജംബോ ജെറ്റ് വിമാനത്തിൻ്റെ വലിപ്പമുള്ള അന്തർവാഹിനി കടലിൽ നിന്നും പൊക്കിയെടുത്ത് റോസ്ലിയോക്കോവോയിലെ റഷ്യൻ നാവികസേനയുടെ കപ്പൽശാലയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ക്രുസ്കിനെ പൊക്കിയെടുക്കൽ എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. ക്രുസ്കിനെ പൊക്കാനുള്ള പലതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ തന്നെ മാസങ്ങളുടെ പ്രയത്നം ആവശ്യമായി വന്നു. കൂടാതെ ഈ ഉദ്യമത്തിന് ആയിരക്കണക്കിന് മെഷീനറികളും ആയിരക്കണക്കിന് ജോലിക്കാരുടെയും മാസങ്ങളോളമുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങൾ വേണ്ടി വന്നു. ക്രുസ്കിനെ പൊക്കിയെടുക്കൽ എന്നത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അത് പറയാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയേക്കാൾ കൂടുതൽ സമയം അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ വീഡിയോയും പെട്ടെന്ന് ചെയ്യുന്നതാണ്.
അതാണ് ഈ കുർസ്ക് സബ്മറൈൻ ഡിസാസ്റ്റർ സംഭവത്തിലെ മോസ്റ്റ് ത്രില്ലിംഗ് ഇൻസിഡൻറ്റ്.